ചിക്കൻ കട്ട്ലറ്റിൽ ചിക്കൻ ഇല്ല എന്നൊരു പരാതി വേണ്ട. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടൊന്ന് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ചാനൽ കാണാത്തവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ 3 പൊട്ടറ്റോ എടുക്കുക. വലുതാണെങ്കിൽ 2 മതി. അപ്പം ചെറുതാണെങ്കിൽ 3 നിങ്ങൾ അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് കുക്കറിലിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ചിക്കൻ എടുക്കുക. ഏകദേശം പാകത്തിന് നിങ്ങൾ എത്ര എണ്ണമാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് ചിക്കനും കൈകൊണ്ട് പിച്ചെടുക്കുക. മിക്സിയിലിട്ട് അടിക്കരുത് കേട്ടോ. പിന്നെ വേണ്ടത് 2 മീഡിയം സൈസ് വലിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, പിന്നെ കറിവേപ്പില. പിന്നെ നമ്മൾ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഫസ്റ്റ് ആയിട്ട് വലിയുള്ളി ഒന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ല ഗോൾഡൻ കളർ ആകുന്നവരെ. അപ്പോഴത്തേക്കും നമ്മൾ വേറൊരു പാൻ ചൂടാക്കി അതിലോട്ടേക്ക് നമ്മൾ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കട്ട്ലറ്റ് കഴിക്കുമ്പോൾ അങ്ങനെ കടിക്കും, ചിക്കൻ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് തന്നെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചിക്കനിലേക്ക് ചിക്കൻ മസാല ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ മസാലയിലോട്ടേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ചിക്കൻ മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മസാല ഏകദേശം നന്നായി വെന്തതിന് ശേഷം നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്ത് വെച്ചതും മിക്സ് ആക്കുക. അപ്പോഴത്തേക്കും നമ്മൾ പൊട്ടറ്റോ നന്നായിട്ട് ഉടച്ചെടുത്തത് നല്ല പോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലോട്ടേക്ക് നമ്മൾ റസ്ക് പൊടി ഉണ്ടല്ലോ അത് നല്ല പോലെ എടുത്തിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏത് ഷേപ്പിലാണോ ഹാർട്ട് ഷേപ്പിൽ ചെയ്യുന്നവരുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റൗണ്ട് ഷേപ്പിലാണ് ഇതുപോലെ ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ മുട്ട ഇതിൽ മുക്കി റസ്ക് പൊടിയിൽ മുക്കിയിട്ട് ഒന്ന് നമ്മൾ എണ്ണ ചൂടായതിനു ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഏകദേശം ഈ ഒരു കളറാകുമ്പോഴത്തേക്കും നമ്മൾ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ.